വ്യാപാരികളുടെ സംഘടന അവര് കേരളത്തിൽ മുഴുവൻ പിരിവ് നടത്തി കാശ് പിരിച്ചിട്ട് വയനാട്ടിൽ കച്ചവടം ചെയ്തിരുന്ന ആളുകളുടെ നശിച്ചുപോയ കട പുനർനിർമ്മിക്കുന്നതിനും വീണ്ടും അവരുടെ ഉപജീവന മാർഗം പഴയതുപോലെ ആക്കുന്നതിനു വേണ്ടി കേരളം മുഴുവൻ അവരെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ പിരിവ് നടത്തിയിട്ട് അതിന് സമ്പത്ത് കൊടുത്തു. കുറെ വ്യാപാരികൾ അവരുടെ കടയിലുണ്ടായിരുന്ന മുഴുവൻ സാധനങ്ങളും ചിലപ്പോൾ കുറെ ദിവസമായി കച്ചവടമില്ല, നഷ്ടത്തിലാണ്. മാറി മാറി വരുന്ന കേന്ദ്ര ബജറ്റുകൾ, മാറി മാറി വരുന്ന ടാക്സിന്റെ നിയമങ്ങൾ, ഇൻഫ്ലേഷൻ, സാമ്പത്തിക പെരുപ്പം, ഇതൊക്കെ കേരളത്തിലെ വ്യാപാരികളെ മൊത്തത്തിൽ ബാധിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും തങ്ങളുടെ സഹോദരങ്ങൾ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത കുറച്ച് മലയാളികൾ ദുരന്തത്തിൽ പെട്ടു എന്നറിഞ്ഞപ്പോ തന്റെ കടയിലെ മുഴുവൻ സാധനങ്ങളും കണക്ക് നോക്കാതെ ദുരിതാശ്വാസ നിധിയിലേക്ക് അല്ലെങ്കിൽ അതിനുവേണ്ടി പോകുന്ന സന്നദ്ധ പ്രവർത്തകരുടെ കയ്യിലേക്ക് വാരിക്കൊടുത്ത കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള വ്യാപാരികൾ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം അവര് സ്വന്തമായി പിരിച്ചിട്ട് വയനാട്ടിലെ കച്ചവടക്കാർക്ക് അവരുടെ കടകൾ പുനർനിർമ്മിക്കാനുള്ള ഫണ്ട് അവർ കൊടുക്കുന്നു. അവരുടെ മുമ്പിലേക്ക് വരുന്ന സന്നദ്ധ പ്രവർത്തകർക്ക് കാശ് വാങ്ങാതെ സാധനങ്ങൾ കൊടുക്കുന്നു. കേരളത്തില് അവിടെ വീട് വെച്ച് കൊടുക്കാം, മറ്റ് പല പദ്ധതികളും ഏറ്റെടുത്ത ആളുകളും അവരുടെ മുമ്പിലേക്കാണ് പിരിവിന് വേണ്ടി പോകുന്നത്. ഈ ദുരന്തമൊക്കെ കഴിഞ്ഞാൽ ഇന്നത്തെ പുതിയ തലമുറ നമ്മൾ മറന്നു പോകുന്ന ഒരു കൂട്ടരാണ് വ്യാപാരികൾ. ഈ ദുരന്തമൊക്കെ കഴിഞ്ഞ് ഒന്ന് നേരെ നിൽക്കാറാകുമ്പോ നമുക്ക് എന്തെങ്കിലും സാധനം വേണമെങ്കിൽ ആമസോണിൽ നിന്ന് നമ്മൾ വാങ്ങും, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങും, അല്ലെങ്കിൽ അലിബാബയിൽ നിന്ന് വാങ്ങും, അല്ലെങ്കിൽ അല്പം 10, 20, 30 രൂപ കുറച്ചു തരുന്നു എന്നതിന്റെ പേരിൽ തൊട്ടപ്പുറത്തെ പ്രദേശത്തുള്ള കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ പോയി നമ്മൾ സാധനം വാങ്ങും. നമ്മൾ മനസ്സിലാക്കണം, നമുക്കൊരു ദുരന്തം വന്നു കഴിഞ്ഞാൽ ബോംബെയിലെയോ ന്യൂയോർക്കിലെയോ കോർപ്പറേറ്റ് ഓഫീസുകളിൽ ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റിയോടുകൂടി ഇരിക്കുന്ന ഈ കോർപ്പറേറ്റ് ഓൺലൈൻ സ്ഥാപനങ്ങളുടെ ഒരു മുതലാളിയും ഒരു മേധാവിയും നിങ്ങളെ ഏറ്റെടുക്കാൻ, ഒരു കവർ ബിസ്ക്കറ്റ് നിങ്ങൾക്ക് തരാൻ, പിരിക്കുന്നതിന് വേണ്ടി ബക്കറ്റുമായിട്ട് ചെല്ലുമ്പോൾ 10 രൂപ ഇടാൻ തയ്യാറാവുകയില്ല. നിങ്ങൾ എത്ര അവഗണിച്ചാലും, വില കൂടുതലാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ എത്ര മാറ്റി നിർത്തിയാലും, നാളെ നിങ്ങൾക്കൊരു ദുരന്തം വരുന്ന സമയത്ത് നിങ്ങൾക്ക് കൈത്താങ്ങായി ഓടി വരുന്നത് നിങ്ങളുടെ പരിസര പ്രദേശത്തുള്ള വ്യാപാരികളായിരിക്കും. നമ്മൾ ഇന്ന് നമ്മളുടെ രാജ്യവും പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, കോർപ്പറേറ്റ് ഭീമന്മാർ അതിസമ്പന്നരായി മാറുന്നു, മറുവശത്ത് ദരിദ്രർ പരമദരിദ്രരായി മാറുന്നു. സാധാരണക്കാരന്റെ കയ്യിൽ കാശില്ലാതാകുന്ന രീതിയിൽ മുതലാളിത്ത വ്യവസ്ഥിതിക്ക് യോജിച്ച രീതിയിൽ എല്ലാ സർക്കാരുകളുടെയും സാമ്പത്തിക നയങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആരുടെ കയ്യിലും കാശില്ല. ഒരു വിഭാഗം അതിസമ്പന്നരായി മാറുന്നു, ഒരു വിഭാഗം പരമദരിദ്രരായി മാറുന്നു. ലോകത്ത് കമ്മ്യൂണിസം പോലും ഉടലെടുത്തത് ദീർഘകാലം ഈ ഒരു വ്യവസ്ഥിതിയോട്, അഥവാ സമ്പത്ത് മുഴുവൻ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കുത്തക മുതലാളിമാരുടെ കയ്യിൽ മാത്രം കുമിഞ്ഞുകൂടുന്ന അവസ്ഥക്കെതിരെയാണ് കമ്മ്യൂണിസം പോലും രൂപപ്പെട്ടത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല സമ്പത്തിനെ കുറിച്ച് കൃത്യമായി പറഞ്ഞു, ലികൈലാ യകൂന ദൂലതൻ ബൈനൽ അഗ്നിയാഇ മിൻകും. നിങ്ങളുടെ കയ്യിലുള്ള സമ്പത്ത്, നിങ്ങളുടെ ലോക്കൽ എക്കണോമിയിൽ ക്യാഷ് ഫ്ലോ ഉണ്ടാകണം. നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ ലോക്കൽ എക്കണോമിയിൽ, നിങ്ങളുടെ നാട്ടിലെ കച്ചവട സ്ഥാപനങ്ങളിൽ, ചന്തകളിലായി ആ കാശ് ക്രയവിക്രയം ചെയ്യുന്ന അവസ്ഥയുണ്ടാകണം. സമൂഹത്തിലെ ഏറ്റവും ദരിദ്രരായ ആളുകളിലേക്കും ഈ സമ്പത്ത് ഇറങ്ങിച്ചെല്ലണം. നമ്മളുടെ നാടിനെ നിലനിർത്തുന്നത് തന്നെ നമ്മളുടെ നാട്ടിലെ കച്ചവടക്കാരാണ്. നമ്മൾ 50 60 രൂപ ലാഭം കിട്ടുന്നതിന് വേണ്ടിയാണ് ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും സാധനം വാങ്ങി നമ്മളുടെ പരിസര പ്രദേശത്ത് നിൽക്കുന്ന കച്ചവടക്കാരെ നമ്മൾ അവഗണിക്കുന്നത് എങ്കിൽ മനസ്സിലാക്കണം, നാളെ നിന്റെ 2 വൃക്കകളും തകർന്ന് അല്ലെങ്കിൽ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ഓപ്പറേഷന് 30 50 ലക്ഷം രൂപ വേണമെന്ന് പറയുമ്പോൾ നിനക്ക് വേണ്ടി ആദ്യം ബക്കറ്റ് എടുക്കുന്നത്, നിനക്ക് വേണ്ടി എടുക്കുന്ന ബക്കറ്റിലേക്ക് ആദ്യം കാശിടുന്നത് 50 രൂപയുടെ ലാഭത്തിന് വേണ്ടി നീ അവഗണിച്ച നിന്റെ നാട്ടിലെ, നിന്റെ വീട്ടിലെ, നിന്റെ തൊട്ടു മുമ്പിലെ കടയിലെ കച്ചവടക്കാരനായിരിക്കും എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ഓരോ ദുരന്തത്തിലും കച്ചവടക്കാരുടെ സഹായത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു. യൂട്യൂബിൽ ഒരു വ്ളോഗർ ഒരു നാട്ടിലൂടെ വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. ഒരു 10-17 കടകൾ
പൂട്ടി ഷട്ടറിട്ട് കിടക്കുന്നു. നമ്മൾ മനസ്സിലാക്കണം, നമ്മളുടെ പരിസരത്ത് ഓരോരുത്തരും കടകൾ തുടങ്ങുന്ന സമയത്ത് വലിയ പ്രതീക്ഷയിൽ, ഇതൊരു ജീവിത മാർഗമാണ് എന്ന പ്രതീക്ഷയിൽ, ചിന്തയിലാണ് കച്ചവടം തുടങ്ങുന്നത്. നമ്മൾ അവരെ അവഗണിച്ച് ലാഭത്തിനു വേണ്ടി കുത്തക മുതലാളിമാരുടെ അടുക്കലേക്ക് പോകുന്ന സമയത്ത് തകർന്നു പോകുന്നത്, പൂട്ടിപ്പോകുന്നത്, ഇല്ലാതായി പോകുന്നത് ഒരു കുടുംബമാണ്, ഒരു ജീവിതമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഏതെങ്കിലും ഒരു കടയിൽ പോയി സാധനം വാങ്ങും, 10 രൂപ കുറവുണ്ട്, അല്ലെങ്കിൽ അത്യാവശ്യം ഒരു സാധനം വേണം, കാശില്ല, ഏതെങ്കിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മൾ സാധനം വാങ്ങിയിട്ട് 1 രൂപ അല്ലെങ്കിൽ 50 പൈസ കുറഞ്ഞാൽ അവർ സാധനം തരൂല്ല. കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ പോയി സാധനം വാങ്ങിയിട്ട് 1 രൂപ കുറവുണ്ടെങ്കിൽ സാധനം തരൂല്ല. നമുക്ക് ആവശ്യമായി വരുന്ന സമയത്ത് കടമായി സാധനം തരുന്ന, നമ്മൾ അത്യാവശ്യക്കാരനാണ് എന്ന് മനസ്സിലാക്കി പിന്നെ കാശ് തന്നാ മതി എന്ന് പറഞ്ഞ് നമ്മളുടെ ആവശ്യം നിറവേറ്റി തരുന്ന, നമ്മളെ അറിയുന്ന, നമ്മളെ സഹായിക്കുന്ന, നമ്മളുടെ ദുരന്തങ്ങളിലും ദുരിതങ്ങളിലും നമ്മളോടൊപ്പം നിൽക്കുന്ന നമ്മളുടെ നാട്ടിലെ കച്ചവടക്കാരെ തിരിച്ച് സഹായിക്കണ്ട, അവരുടെ കച്ചവടം വളരാൻ കാരണമാകേണ്ട ബാധ്യത നമുക്കുണ്ട്. രാജ്യത്തിന്റെ വെളിയിലേക്ക് നിങ്ങളുടെ സമ്പത്ത് കൊണ്ടുപോകുന്ന കുത്തക മുതലാളിമാരുടെ കയ്യിൽ നിന്നാണ് നിങ്ങൾ സാധനം വാങ്ങുന്നതെങ്കിൽ നിങ്ങളുടെ ആ സമ്പത്ത് നഷ്ടപ്പെട്ടു. പഴയ കാലത്തുള്ള നമ്മളുടെ സംവിധാനം നമുക്കറിയാം. പയറ് കൊടുത്തിട്ട് ഗോതമ്പ് വാങ്ങും, ഗോതമ്പ് കൊടുത്തിട്ട് അരി വാങ്ങും എന്നതുപോലെ നാട്ടിലെ കടയിലാണ് നമ്മൾ കാശ് ചെലവഴിക്കുന്നതെങ്കിൽ ആ കടക്കാരൻ തൊട്ടപ്പുറത്തെ കടയിൽ കൊടുക്കും, സാധനം വാങ്ങും. ഈ കാശ് കറങ്ങി തിരിഞ്ഞ് നമ്മളുടെ കയ്യിൽ തന്നെ വരും. അപ്പം നമ്മൾ ദുരന്തം കഴിഞ്ഞാലും ദുരന്തമുഖത്ത് നമ്മളെ സഹായിക്കുന്ന അവരെ മറക്കാതിരിക്കുക. കേരളത്തിന് ഒരു പ്രശ്നം വരുന്ന സമയത്ത് മുഴുവൻ ആളുകളും ബക്കറ്റുമായി നേരെ പോയി കൈനീട്ടുന്നത് വ്യാപാരികളുടെ മുമ്പിലാണ് എന്ന ബോധ്യം ദുരന്തമില്ലാത്ത സമയങ്ങളിലും മനസ്സിലുണ്ടാവുക.